ഈ ജാക്കറ്റ് ഇടുമ്പോൾ പൊതുവേ തടിച്ച പോലെ തോന്നും. ഇല്ല കൈസ്, അത് തടിച്ചിട്ടില്ല. കുഴപ്പമില്ല. അതായത് മെല്ലു നോക്കിയാണ് എല്ലാവരും പരാതി. നിങ്ങൾക്ക് ഞാൻ തടിച്ച പോലെ തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് 2025 കിഷ്നൗ ഡേ കാണാൻ പോവാം. 2 വർഷം മുന്നേ ഞാൻ കിഷ്നൗ ഡേ കാണാൻ പോയത്. കഴിഞ്ഞ വർഷവും ഞാൻ പോയിട്ടില്ല. ഇവൻ വൈൻ ഫെസ്റ്റിനൊന്നും ഞാൻ പോയിട്ടില്ല. 2 years ago പോയ മെമ്മറീസ് എനിക്ക് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി മിസ് ദോസ് പീപ്പിൾ ടു. വാട്ടെവർ, നമുക്കപ്പം ഈ വർഷത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കിഷ്നൗന്റെ സെന്റർ ആണ് ഫുൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് യൂസ് ചെയ്യാം. ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ഓൺ സ്റ്റാൾസ് ആണ്. ആൻഡ് ഇപ്രാവശ്യം ഭയങ്കര പുകയായിരുന്നു. പുകമയം എന്ന് വെച്ചാൽ അങ്ങേയറ്റം പുകമയം. എല്ലായിടത്തും ബാബിക്യൂ, പന്നി ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, ക്രൊക്കഡൈൽ വരെ ഉണ്ടെന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അത്രയും ബേക്ഡ് ഐറ്റംസ് ആൻഡ് ദി ബാബിക്യൂ ഐറ്റംസ്. പുക മാത്രമല്ല കേട്ടോ, പുക കൂടുതലാന്ന് ഞാൻ പറ്റുള്ളൂ. പിന്നെ പ്ലച്ചിന്താസ് ഉണ്ട്, ലൈവ് ആയിട്ട് പൊരിക്കുന്ന പ്ലച്ചിന്ത. ഇനി പ്ലച്ചിന്ത എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ആലു പറാത്തി ഇല്ലേ, അതിന്റെ ഒരു വേറെ വേർഷൻ. അത് ആലുവിന് പകരം പല കാര്യങ്ങളും, ചീസ്, കാബേജ്, ചിക്കൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റഫ് ഇട്ട് പൊരിച്ചിരുന്ന സാധനം. ഈ കയ്യും പിടിച്ചുള്ള കറക്കം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മോൾഡോവയുടെ പതാക. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടായിട്ട് തന്നെ പോയതാട്ടോ. സ്റ്റേജിൽ ആൾക്കാർ മാറി മാറി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ട്രഡീഷണൽ സോങ്സ് ആണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുക. നൈറ്റ് ആകുമ്പോൾ വേറെ DJ പാർട്ടീസ് വരും. അങ്ങനെ ഞങ്ങൾ 3 പേരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. പിന്നെ അടുത്ത സ്റ്റാളുകൾ, അതായത് കൂടുതലായിട്ട് മോൾഡോവൻ മെയ്ഡ് ക്ലേ ഐറ്റംസ് ആയിക്കോട്ടെ, കുറെ പ്രതിമകള്, മുഖമൂടികള്, പിന്നെ കുറെ മാഗ്നറ്റിക് തിങ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി കിഷ്നൗഡയിലൊക്കെ മോൾഡോവൻ കൾച്ചർ എക്സ്പ്രസ് ചെയ്യാനാണ് അവർ കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് സ്റ്റാളിൽ കാണുക. അപ്പോൾ ഈവനിങ് ട്രഡീഷണൽ പരിപാടി ഓൾമോസ്റ്റ് ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോയി. എല്ലാ ആൾക്കാരും വന്ന് ജോയിൻ ചെയ്ത് ആൻഡ് അവർ അത് കഴിഞ്ഞു. ആൻഡ് നമുക്ക് അഗൈൻ സ്റ്റാൾ വിശേഷങ്ങളിലേക്ക് ഇപ്പം ഹോം മെയ്ഡ് ഹണി, അതുപോലെ തന്നെ ബീ വാക്സിനെ കൊണ്ടാക്കിയ കാൻഡിൽസ്, സോപ്പ്, ലാവൻഡർ, അങ്ങനെ എന്തെല്ലോ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചോക്ലേറ്റിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം, അത് കാണാൻ രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ആഡ് ആക്കിയെന്ന് മാത്രം, ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പംകിൻ സ്പൈസ് ലാറ്റെ വാങ്ങിച്ചു. അത് ഈ സമ്മർ ഓട്ടം ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ലൈവ് പ്ലച്ചിന്ത വാങ്ങിച്ചു, പ്ലച്ചിന്ത ബ്രിൻസ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കിടന്ന് തിളക്കുന്നു പൊരിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പന്നീര് ചെവി എന്തോ ആണ്. അത് കണ്ടിട്ട് എനിക്ക് തീരെ അങ്ങ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പൊ 2025 കിഷ്ണ വിശേഷം ഇത്രേ ഉള്ളൂ. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ബൈ ഗൈസ്.